ഡെയിലി ലൈഫിൽ ചായ ഒഴിവാക്കാൻ പറ്റാത്തവരാണ് നമ്മളിൽ ഏറെയും. ലോകത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പാനീയമായ ചായയ്ക്കും ഒരു ചരിത്രമുണ്ട്. ഇത് ആരംഭിക്കുന്നത് 5000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിൽ നിന്നാണ്. ചായയുടെ പിറവിക്ക് പിന്നിലുള്ള രസകരമായ ഒരു ഐതിഹ്യം പറയാം. ചൈനീസ് ചക്രവർത്തിയായിരുന്ന ഷെൻനുങ് വേനൽക്കാലത്ത് കാട്ടിൽ വേട്ടയ്ക്ക് പോയി. ദാഹം തോന്നിയ ചക്രവർത്തി വെള്ളം ചൂടാക്കാനായി വെക്കുകയും തിളച്ചുകൊണ്ടിരുന്ന ഈ വെള്ളത്തിലേക്ക് ഉണങ്ങിയ കുറച്ച് ഇലകൾ വീഴുകയും ചെയ്തു. പെട്ടെന്ന് വെള്ളം തവിട്ടു നിറത്തിലാവുകയും വെള്ളം കുടിച്ച ചക്രവർത്തിക്ക് ഉന്മേഷം തോന്നുകയും അങ്ങനെ തേയിലയും ചായയും കണ്ടെത്തുകയും ചെയ്തു. ചായയുടെ പാനീയ മൂല്യം തിരിച്ചറിഞ്ഞ ചൈനക്കാർ വെള്ളം തിളപ്പിച്ച് തേയിലപ്പൊടിയും ആവശ്യമെങ്കിൽ പാലും പഞ്ചസാരയും സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന പാനീയത്തിന് ചായ് എന്ന പേര് നൽകി. മിക്കവാറും ഏഷ്യൻ ഭാഷകളിൽ ചായ് എന്നാണ് ചായയെ വിളിക്കുന്നത്. തേയില കണ്ടെത്തിയ ചൈനയാണ് ഇപ്പോഴും ലോകത്തെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്ന അസമിലാണ്. ഇന്ത്യയുടെ ദേശീയ പാനീയവും ചായയാണ്.